വികസന കുതിപ്പിന്റെ പുതുചരിതം രചിച്ച് കേരളത്തിന്റെ സമസ്ത മേഖലകളും മുന്നേറുമ്പോൾ വൃത്തിയുള്ള നാടെന്ന ബഹുമതിയിലേക്ക് കൂടി നടന്നു കയറുകയാണ് നമ്മുടെ നവകേരളം. ഹരിത കേരളം മിഷനിലൂടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏറ്റെടുത്ത കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യ സംസ്കരണ മേഖലയിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തിനു തന്നെ മാതൃകയാവുകയാണ്. ഖരമാലിന്യ സംസ്കരണത്തിനായി നിശ്ചിത മാനദണ്ഡ പ്രകാരമുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശുചിത്വ പദവി നേട്ടത്തിലെത്തുമ്പോൾ വിജയകരമായ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ സമാനതകളില്ലാത്ത മാതൃകയായി അത് മാറുകയാണ്. 501 ഗ്രാമപഞ്ചായത്തുകൾക്കും 58 നഗരസഭകൾക്കും 30 ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ശുചിത്വ പദവി നൽകുന്ന ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. ഓൺലൈനായി നടക്കുന്ന ഈ പരിപാടിയിൽ സ്വാഗത പ്രസംഗത്തിനായി ഹരിത കേരളം മിഷൻ എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ TN സീമ ടീച്ചറെ സാദരം ക്ഷണിക്കുന്നു. കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, ആദരണീയനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീൻ അവർ, മറ്റ് ബഹുമാന്യരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശുചിത്വ പ്രഖ്യാപനം ഏറ്റവും ഒരു അഭിമാനകരമായിട്ടുള്ള മുഹൂർത്തമാണ്. 2017 ആഗസ്റ്റ് 15 ആരംഭിച്ച മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറയുന്ന ഒരു വലിയ ക്യാമ്പയിന്റെ തുടർച്ചയായിട്ട് കഴിഞ്ഞ 3 വർഷത്തിലധികമായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിയ നിരന്തരവും അക്ഷീണവുമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ശുചിത്വ പദവി നേടാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. 501 ഗ്രാമപഞ്ചായത്തുകളും 58 നഗരസഭകളും ശുചിത്വ പദവി കൈവരിച്ചിട്ടുണ്ട്. ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ശുചിത്വ പദവി കൈവരിക്കുകയും ബ്ലോക്ക് പഞ്ചായത്തിൽ RRF പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്ത ബ്ലോക്ക് പഞ്ചായത്തുകളെയാണ് ശുചിത്വ ബ്ലോക്കുകളായിട്ട് കണ്ടിട്ടുള്ളത്. 30 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇത്തരത്തിൽ ശുചിത്വ പദവി നേടിയിട്ടുണ്ട്. വാസ്തവത്തിൽ 600-ലധികം ഗ്രാമപഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വയം പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിലും സർക്കാർ നിയോഗിച്ച അവലോകന സമിതിയുടെ പരിശോധനയിൽ ചില വ്യത്യാസങ്ങൾ കൂടി, മെച്ചപ്പെടുത്തൽ കൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത ഘട്ടം എന്ന നിലയിൽ ഈ മാസം 31 മുമ്പായിട്ട് തന്നെ അത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ശുചിത്വ പദവി പ്രഖ്യാപനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. COVID-19 പ്രതികൂല സാഹചര്യത്തിലും കേരളത്തിലെ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനത്തെയും അതുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ശുചിത്വ പദവിയിലേക്ക് പോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാം തന്നെ ഏറ്റവും വലിയ ഊർജമായി പ്രവർത്തിച്ചത് സംസ്ഥാനത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിരന്തരമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും ഇടപെടലുകളും തന്നെയാണ്. ഇത്തരത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള ഏറ്റവും വലിയൊരു പ്രേരണയായി പ്രവർത്തിക്കുന്ന ഹരിത കേരള മിഷന്റെ നേതൃത്വം കൂടിയായിട്ടുള്ള കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ വളരെ ആദരവോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ എപ്പോഴും നടത്തുന്ന അവലോകന പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ വലിയൊരു രീതിയിൽ സഹായകരമായിട്ടുണ്ട്. ശ്രീ AC മൊയ്തീൻ നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പിന്തുണ തീർച്ചയായിട്ടും ഈ നേട്ടം ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആദരണീയനായിട്ടുള്ള ശ്രീ AC മൊയ്തീൻ അവരെ വളരെ ആദരവോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി ശാരദാ മുരളീധരൻ IAS ആണ്. വാസ്തവത്തിൽ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ നടത്തിയിട്ടുള്ള വിവിധ വകുപ്പുകളെയും അതുപോലെ മിഷനുകളെയും സംസ്ഥാന തലം മുതൽ താഴെത്തട്ട് വരെ പരിശോധിച്ചുകൊണ്ട്, പ്രവർത്തനങ്ങൾ പരിശോധിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി നടത്തിയ ഇടപെടലുകളാണ് വാസ്തവത്തിൽ ഇങ്ങനൊരു നേട്ടത്തിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുള്ളത്. അതിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പങ്ക് വളരെ വലുതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് ഈ തരത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ള ആത്മവിശ്വാസവും പിന്തുണയും നൽകിയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ IASനെ വളരെ സ്നേഹത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ അർപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ അധ്യക്ഷന്മാരുടെ സംഘടനകളുടെ നേതാക്കളാണ്. വാസ്തവത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാര വികേന്ദ്രീകരണത്തിന്റെ എല്ലാ അവസരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പകുതിയിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള മേയേഴ്സ് ചേംബർ പ്രസിഡന്റ് ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, അതുപോലെ തന്നെ കേരള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചേംബർ ചെയർമാൻ ശ്രീ VK മധു,
ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ ആയിട്ടുള്ള ശ്രീ വി രമേശൻ, സെക്രട്ടറി ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ ശ്രീ സാബു കെ ജേക്കബ്, കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ആർ സുഭാഷ്, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തുളസിബായ് പത്മനാഭൻ എന്നിവരെ വളരെ ആദരവോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ സാന്നിധ്യമായിട്ടുള്ളത് ശുചിത്വ പദവി നേടുന്നതിനായി സംസ്ഥാന തലം മുതൽ താഴെത്തട്ട് വരെ പ്രവർത്തിച്ച വിവിധ വകുപ്പുകളുടെയും മിഷനുകളുടെയും മേധാവികളാണ്. അതിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അർബൻ ശ്രീ വിശ്വനാഥ് സിൻഹ IAS അവരെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിൻസിപ്പൽ ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശ്രീ N പത്മകുമാർ IAS, ഡയറക്ടർ തദ്ദേശ സ്വയംഭരണം റൂറൽ ഡോക്ടർ PK ജയശ്രീ IAS, ഡയറക്ടർ തദ്ദേശ സ്വയംഭരണം അർബൻ ഡോക്ടർ രേണുരാജ് IAS, എക്സിക്യൂട്ടീവ് ഡയറക്ടർ കുടുംബശ്രീ ശ്രീ S ഹരികിഷോർ IAS, ഡയറക്ടർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഡോക്ടർ ദിവ്യ S അയ്യർ IAS, ഡയറക്ടർ കില ഡോക്ടർ ജോയ് ഇളമൺ, മാനേജിംഗ് ഡയറക്ടർ ക്ലീൻ കേരള കമ്പനി ശ്രീ P കേശവൻ നായർ എന്നിവരെ വളരെ ആദരവോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശുചിത്വ മിഷന്റെ സമ്പൂർണ്ണ പങ്കാളിത്തത്തോടെയാണ് ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ശ്രീ മീർ മുഹമ്മദ് അലി IAS അവർകളാണ് ഈ സമ്മേളനത്തിന് നന്ദി അർപ്പിക്കുന്നത്. ശ്രീ മീർ മുഹമ്മദ് അലി IAS അവർകളെ വളരെ ആദരവോടുകൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ എന്നിവരടങ്ങുന്ന വലിയൊരു പ്രേക്ഷക സമൂഹം ഫേസ്ബുക്കിൽ ലൈവായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ഈ യോഗത്തിന് ശേഷം ശുചിത്വ പദവി നേടിയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർക്ക് സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റും പുരസ്കാരവും നൽകുന്ന ഒരു ചടങ്ങ് ഇതിന്റെ തുടർച്ചയായി നടക്കും. ഈ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കാളിയാകുന്ന മുഴുവൻ സുഹൃത്തുക്കളെയും ബഹുമാനരായിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു ടീച്ചർ. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഹലോ, അധ്യക്ഷ പ്രസംഗം മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ്. ആദരണീയനായ മുഖ്യമന്ത്രിയെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശുചിത്വ പദവി പ്രഖ്യാപനത്തിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത ഒട്ടേറെ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുന്ന ഭരണ സംവിധാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എന്നുള്ളതാണ്. ഇപ്പോ വലിയ ചുമതലകളുടെ ഭാഗമായി പല സ്ഥാപനങ്ങളും അല്പം തളർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയോക്തി ഉണ്ടാവില്ല. കാരണം അത്രയധികം ചുമതലയുടെ ഭാരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിച്ചു പോകുന്നത്. വിവിധ മേഖലയിലാണ് ചുമതലയെടുത്ത് നീങ്ങുന്നത്. എന്നാൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രാഥമികമായ ചുമതല എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അതിർത്തിയിലുള്ള പ്രദേശങ്ങളെ മാലിന്യമുക്തമാക്കി നിർത്തുക എന്നുള്ളതാണ്. ശുചിത്വം പാലിച്ചു പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ദൗർഭാഗ്യകരമായ അവസ്ഥ, നമ്മൾ മലയാളികൾ വ്യക്തി ശുചിത്വത്തിൽ വലിയ തോതിൽ തൽപരരാണ്. അതിൻ്റെ ഭാഗമായി ചുരുങ്ങിയത് 2 തവണയെങ്കിലും കുളിക്കുന്നവരാണ് മഹാഭൂരിഭാഗം.
അങ്ങനെയുള്ള മലയാളികൾ ജീവിക്കുന്ന പ്രദേശത്ത് മാലിന്യം കുന്നുകൂടുന്ന അവസ്ഥ വന്നു. പലയിടത്തും ഇതൊരു വലിയ പ്രശ്നമായി ഉയർന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് നമ്മുടെ നാടിൻ്റെ ശുചീകരണം ഉറപ്പുവരുത്തുക, എല്ലാ പ്രദേശങ്ങളും വൃത്തിയായി നിർത്തുക, ഓരോ പ്രദേശത്തുമുള്ള വിവിധ ജലസ്രോതസ്സുകൾ അവിടങ്ങളിലെ വെള്ളം ശുദ്ധമായിരിക്കുക, വീടുകളിലെ കിണറുകളും നാട്ടിലുള്ള കുളങ്ങളും അവിടങ്ങളിലെല്ലാമുള്ള വെള്ളം ശുദ്ധിയായിരിക്കുക. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെ നാടിൻ്റെ ആകെ നാട്ടുകാരുടെ ആകെ സഹകരണത്തോടെ നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന് സർക്കാർ കണ്ടു. അതിന് മുൻകൈയെടുക്കാനും അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും അതിനുവേണ്ടിയാണ് ഹരിത കേരള മിഷൻ എന്നൊരു മിഷൻ നമ്മൾ രൂപീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നവകേരള കർമ്മ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയായിരുന്നു ഈ ഹരിത കേരള മിഷനിലൂടെ നടപ്പാക്കാൻ നമ്മൾ ശ്രമിച്ചത്. അതില് ഒരെണ്ണമാണ് ഇപ്പോ നല്ല രീതിയിൽ സഫലമാകുന്നത്. യഥാർത്ഥത്തില് ഇതിൽ നമ്മൾ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുമ്പോൾ ഇത്രയും വൈകിപ്പോയല്ലോ എന്ന ഒരു ചെറിയ വേദന നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. നേടിയവർക്കും ഉണ്ടാവണം, ഇനി നേടാനിരിക്കുന്നവർക്കും ഉണ്ടാവണം. കാരണം ഇത് നമ്മുടെ പ്രാഥമികമായ ചുമതലയാണ്. അപ്പൊ അത് മറന്നുകൊണ്ടൊരു കളി മറ്റൊട്ടേറെ ചുമതലകളുള്ളപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മനസ്സിൽ വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഹരിത കേരള മിഷൻ ലക്ഷ്യമിട്ട ഒരു കാര്യം പൂർണ്ണതയിലെത്തുന്നു എന്ന ഒരു ചാരിതാർത്ഥ്യ ബോധം നമുക്കെല്ലാവർക്കും ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ഖരമാലിന്യ സംസ്കരണത്തിന് മികച്ച അടിസ്ഥാന സൗകര്യമൊരുക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശുചിത്വ പദവി നൽകുക, തുടർന്ന് ദ്രവമാലിന്യം ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കുന്ന മുറക്ക് സമ്പൂർണ്ണ ശുചിത്വ പദവി നൽകുക, ഇതായിരുന്നു സർക്കാർ തീരുമാനിച്ചിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അന്ന് കണക്കാക്കിയത് 250 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആദ്യഘട്ടത്തിൽ ശുചിത്വ പദവിയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു. പക്ഷെ അതില് വലിയ വർധനവാണ് ഇപ്പോൾ ഉണ്ടായത്. അത് തീർച്ചയായും അനുമോദനാർഹമായ കാര്യമാണ്. ശുചിത്വം നാം കാണേണ്ടത് ഒരു നാടിന്റെ വികസന നിലവാരം അളക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന മാനദണ്ഡമാണ്. നമ്മൾ എത്ര വികസിച്ചു എന്ന് പറഞ്ഞാലും മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥ വന്നാൽ അത് വികസനത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ എത്ര സംസ്കാര സമ്പന്നരാണെന്ന് പറഞ്ഞാലും
നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ നമുക്കറിയാലോ. മെല്ലെ വീട്ടിലെ മാലിന്യം ചെറിയ പ്ലാസ്റ്റിക് കവറിലാക്കി കാറിൽ തന്നെ പുറപ്പെട്ട് ഒഴിഞ്ഞ സ്ഥലത്തിടുക, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ പറമ്പിലേക്ക് ഇടുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇതില് സാംസ്കാരിക നിലവാരം അളക്കുന്നതിനുള്ള മാനദണ്ഡവും അതിലൊരു ഘടകം ഇത് തന്നെയാണ് എന്നതും നാം തിരിച്ചറിയണം. നമ്മളെടുത്ത ഒരു ക്യാമ്പയിന്റെ ഭാഗമായി വലിയ മാറ്റം നാട്ടിലാകെ വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ക്രിയാത്മകമായ പങ്ക് വഹിച്ചു എന്നതും വസ്തുതയാണ്. ഇവിടെ ശുദ്ധവും സമൃദ്ധവുമായ ജലലഭ്യത ഉറപ്പുവരുത്തുക, മണ്ണിന്റെയും ജലത്തിന്റെയും വായുവിന്റെയും സ്വാഭാവിക ശുദ്ധി തിരിച്ചു പിടിക്കുക, സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിന് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ കൂടുതൽ പറയേണ്ട കാര്യങ്ങളാണ്, പക്ഷെ അതിലേക്ക് കൂടുതലായിട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. ഇങ്ങനെ ഉള്ളതാണ് ഹരിത കേരള മിഷൻ ലക്ഷ്യമായി കണ്ടിരുന്നത്. കഴിഞ്ഞ കാലത്തെ പ്രവർത്തനം പരിശോധിച്ചാൽ ഈ ലക്ഷ്യങ്ങളിൽ വലിയൊരു പങ്ക് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അവബോധം സൃഷ്ടിക്കാനായിട്ട് നാട്ടുകാർ തന്നെ സ്വയമേവ മുന്നോട്ട് വന്ന് നദികളടക്കം വീണ്ടെടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു അവബോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിലെ നീർച്ചാലുകൾ മുതൽ പുഴകൾ വരെയുള്ള ജലസ്രോതസ്സുകൾ വീണ്ടെടുത്തത് ജലഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ജലഗുണ പരിശോധനാ ലാബുകൾ സ്ഥാപിക്കുന്നതിന് തുടക്കം കുറിച്ചത്, നെൽകൃഷി, പച്ചക്കറി കൃഷി ഇവയെല്ലാം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്, ഇതൊക്കെ ഹരിത കേരള മിഷൻ നമ്മുടെ നാട്ടിൽ നടത്തിയ പ്രവർത്തനത്തിന്റെ, സൃഷ്ടിക്കാൻ കഴിഞ്ഞ അവബോധത്തിന്റെ ഫലമായാണ് എന്ന് നിസ്സംശയം പറയാം. ഈ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് ഒരു അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായി ഈ ശുചിത്വ പദവി തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്നു. സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജൈവ അജൈവ മാലിന്യങ്ങൾ, ഈ മാലിന്യങ്ങൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് സമഗ്രമായൊരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള വലിയ ദൗത്യം തന്നെയാണ് സർക്കാർ ഏറ്റെടുത്തത്. വിവിധ തരത്തിൽ മാലിന്യ സംസ്കരണ രീതികൾ അതിൻ്റെ ഭാഗമായി ഹരിത കേരള മിഷൻ വഴി നടപ്പാക്കാനായിട്ടുണ്ട്. ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക, ഉറവിട മാലിന്യ സംസ്കരണം, അതിനുള്ള വ്യത്യസ്ത കമ്പോസ്റ്റിംഗ് രീതികൾ, മാർക്കറ്റുകൾ, പൊതുസ്ഥലങ്ങൾ ഇവിടങ്ങളിലെല്ലാം നടപ്പാക്കിയ തുമ്പൂർ മൊഴി മോഡല്, എയറോബിക് കമ്പോസ്റ്റിംഗ് സംവിധാനങ്ങൾ, ജൈവമാലിന്യം ശേഖരിച്ച് ജൈവ വളമാക്കി മാറ്റുന്നതിനുള്ള യൂണിറ്റ് സ്ഥാപിക്കൽ, ഇവയെല്ലാം ഇതിൽ ചിലതാണ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങളുടെ ശേഖരണത്തിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനകൾ രൂപീകരിച്ചു. 850 ഗ്രാമപഞ്ചായത്തുകൾ, 88 നഗരസഭകൾ. ഹരിതകർമ്മ സേനയുടെ 1551 സംരംഭ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവർ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് പുനഃചക്രമണത്തിനായി ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്ന ശൃംഖല പൂർത്തിയായതോടെ അജൈവ മാലിന്യ പ്രശ്നത്തിന് വലിയൊരളവോളം പരിഹാരമായിട്ടുണ്ട്. ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ
ഈ മാലിന്യങ്ങളുടെ ശേഖരണവും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ചില ഇനം മാലിന്യങ്ങൾ ഇനിയും വികേന്ദ്രീകൃതമായി സംസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിൽ സർക്കാർ മുന്നോട്ട് വെച്ചുള്ള നിർദ്ദേശങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയുന്നുവെന്നത് ശ്ലാഘനീയമായ കാര്യമാണ്. മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് ശുചിത്വ പദവി നൽകുന്നത്. 100 ദിവസത്തിനുള്ളിൽ 250 ലക്ഷമെങ്കിലും ഇരട്ടിയിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശുചിത്വ പദവിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. 501 ഗ്രാമപഞ്ചായത്തുകൾ, 58 നഗരസഭകൾ, അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ശുചിത്വ പദവി കൈവരിക്കുന്ന നിലയുണ്ടായിരിക്കും. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ഈ മാസം തന്നെ കുറെ കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശുചിത്വ പദവി നേടുന്ന അവസ്ഥയുണ്ടാകുമെന്നുള്ളത്. ചെറിയ വ്യത്യാസത്തിന് അവർ ഇപ്പോൾ ഈ പദവിയിലേക്ക് എത്താതിരിക്കുന്നത്. മാലിന്യ സംസ്കരണം സാമൂഹ്യ ഉത്തരവാദിത്വമായി പല സ്ഥാപനങ്ങളും ഏറ്റെടുത്തതിന്റെ ഫലമായാണ് കൂടുതൽ സ്ഥാപനങ്ങൾക്ക് ഈ നേട്ടം കൈവരിക്കാനായത്. പ്രളയവും കോവിഡ് മഹാമാരിയും ഉൾപ്പെടെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ, ഇതിനെല്ലാം മറികടന്നാണ് ശുചിത്വ പദവി കൈവരിക്കാൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അതിന് പിന്തുണ ഒരുക്കിയ ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, കുടുംബശ്രീ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ക്ലീൻ കേരള കമ്പനി, ഹരിത കർമ്മസേനകൾ, ഹരിത സഹായ സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ഏജൻസികളെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കുന്നു. ഈ സർക്കാരിന്റെ കാലയളവിൽ തന്നെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ശുചിത്വ പദവിയിലും ഭൂരിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമ്പൂർണ്ണ ശുചിത്വ പദവിയിലും എത്തിക്കുക എന്നതാണ് ലക്ഷ്യം എന്നുകൂടി അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശുചിത്വ പദവി നൽകിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. താങ്ക് യു സർ. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ശുചിത്വ പദവി പ്രഖ്യാപനം നടത്തിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, ഹരിത കേരള മിഷന്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ ഡോക്ടർ TN സീമ, ഇവിടെ ശുചിത്വ പദവി റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീമതി ശാരദാ മുരളീധരൻ IAS, ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്ന ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, VK മധു, ശ്രീ രമേശൻ, സാബു ജേക്കബ്, R സുഭാഷ്, അഡ്വക്കേറ്റ് തുളസിഭായ് പത്മനാഭൻ, ഈ മിഷന്റെ ഭാഗമായി ഇതിന് നേതൃത്വം കൊടുക്കുന്ന വകുപ്പിന്റെ ഡയറക്ടർമാർ, പ്രിൻസിപ്പൽ സെക്രട്ടറി, ശുചിത്വ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ മീർ മുഹമ്മദ് അലി IAS ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ, ആദരണീയരായ മറ്റ് ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ ഏറ്റവും വലിയ വികസന പ്രശ്നങ്ങളിൽ ഒന്നായ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഈ ഗവൺമെന്റ് ലക്ഷ്യം വെച്ച കാര്യങ്ങളെക്കുറിച്ചും പൂർത്തീകരിച്ച കാര്യത്തെക്കുറിച്ചും ഇനി പൂർത്തീകരിക്കാനുള്ളവയെ സംബന്ധിച്ചുമെല്ലാം സംസ്കാരത്തിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്, തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ ശുഭസൂചനയാണ്.
ഇന്നത്തെ ഈ ശുചിത്വ പ്രഖ്യാപനത്തെ ഞാൻ കാണുന്നത്. ഇത് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമൊന്നുമല്ല. വളരെ മലിനമായ ഒരു അന്തരീക്ഷമായിരുന്നു ഈ ഗവൺമെന്റ് വരുന്ന കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി സൂചിപ്പിച്ച പോലെ ഒരു നാടിന്റെ വികസനത്തിന്റെ സംസ്കാരത്തിന്റെ പ്രധാന അളവുകോലായി കാണേണ്ടിയിരുന്ന മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ജനങ്ങളുടെ അവബോധം അത് വളർത്തിയെടുത്തുകൊണ്ട് ജനകീയ പങ്കാളിത്തത്തോടുകൂടിയല്ലാതെ നിർവഹിക്കാനാവില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് എല്ലാ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ആകെ കൂട്ടിയോജിപ്പിച്ച് ജനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് ഹരിത കേരള മിഷന് രൂപം നൽകിയത്. ഹരിത കേരള മിഷന്റെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നാണ്, ഉപമിഷനുകളിൽ ഒന്നാണ് ശുചിത്വവുമായി ബന്ധപ്പെട്ട ഈ കാര്യം. ഹരിത കേരള മിഷന്റെയും ശുചിത്വ മിഷന്റെയും പിന്തുണയും മറ്റു ബന്ധപ്പെട്ട ഇതിൽ പറയുന്ന എല്ലാവരുടെയും പിന്തുണയുടെയും ഭാഗമായിട്ടാണ് ഒരു പുതിയ മാറ്റ അഭിമാനകരമാണ് ഈ നിമിഷത്തിൽ. അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിന് താഴെയുള്ള എല്ലാ ഘടകങ്ങളും കൂടി ചേർന്നാണ് ഈ നേട്ടം ഉണ്ടായിട്ടുള്ളത്. ജൈവമാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക, അജൈവ മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ സംവിധാനം ശക്തമാക്കുക, അജൈവ മാലിന്യ ശേഖരണത്തിന് ഹരിതകർമ്മസേനയുടെ സേവനവും സംഭരണത്തിന് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളും ഒരുക്കുക, പൊതുസ്ഥലങ്ങൾ മാലിന്യമുക്തമാക്കുക, സർക്കാർ ഓഫീസുകളിലും പൊതുപരിപാടികളിലും ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുക തുടങ്ങി 20 നിബന്ധനകൾ സൂചകങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള സർക്കാർ ഉത്തരവ് പാലിച്ചാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശുചിത്വ പദവി നിർണയം നടത്തുന്നത്. ഈ പ്രവർത്തനത്തിൽ 60%-ലധികം മാർക്ക് ലഭിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ശുചിത്വ പദവിക്ക് ഇന്ന് അർഹമായിട്ടുള്ളത്. മുഖ്യമന്ത്രി സൂചിപ്പിച്ച പോലെ സമ്പൂർണ്ണ ശുചിത്വ പദവി നേടുന്നതിന്റെ ആദ്യപടിയായിട്ടാണ് ഇപ്പോ ഈ ശുചിത്വ പദവി പ്രഖ്യാപനങ്ങൾ നടക്കുന്നത്. അടുത്ത ഘട്ടം ഖരമാലിന്യ സംസ്കരണത്തോടു കൂടി ഒരു സമ്പൂർണ്ണ ശുചിത്വ കേരളം എന്ന രീതിയിലേക്ക് കേരളം മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഈ ശുചിത്വ പദവി നേടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണത്തെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. 14 ജില്ലകളിലുമായി 30 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉൾപ്പെടെ 589 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ ശുചിത്വ പദവി ഇന്ന് നേടുന്നത്. തുടർ പ്രവർത്തനത്തിന് പ്രചോദകമായി ഇത് നേടാനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസവുമായി ഈ പദ്ധതി പ്രഖ്യാപനം മാറണം. ഇതിൽ ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, കുടുംബശ്രീ, ക്ലീൻ കേരള കമ്പനി, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ ഏജൻസികളെല്ലാം ഹരിത കേരള മിഷന്റെ ഈ പ്രവർത്തനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. തീർച്ചയായും ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ജല സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ ഇതിനകം ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതി വളരെ വിജയകരമായി ഒട്ടേറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തു. അതോടൊപ്പം കുളങ്ങളുടെ സംരക്ഷണം, തോടുകളും പുഴകളും വീണ്ടെടുത്തത്, ഇതൊക്കെ ശുചിത്വ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ്. മുഖ്യമന്ത്രി സൂചിപ്പിച്ച പോലെ ശുദ്ധമായ വെള്ളവും വായുവും. ഇതോടൊപ്പം തന്നെ നമ്മൾ 1 കോടി വൃക്ഷത്തൈ വെച്ച് പിടിപ്പിക്കാനുള്ള പദ്ധതി ഏറ്റെടുത്തു. ഞാൻ ഓർക്കുക, പച്ചത്തുരുത്തുകൾ ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കി ഭക്ഷണവും വായുവും വെള്ളവും എല്ലാം പരിസരവും അന്തരീക്ഷവും എല്ലാം മെച്ചപ്പെട്ട രീതിയിലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ ഈ കാലത്ത് നടന്നത്. അതിൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പൊ നേടിയ ഈ നേട്ടങ്ങൾ വളരെ വലുതാണെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ഇനിയും ശുചിത്വ പദവിയിലേക്ക്, സമ്പൂർണ്ണ ശുചിത്വ പദവിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമങ്ങൾ തുടരണം. ഇത് ഒരു പുതിയ മോഡലിൽ സംരംഭക ഗ്രൂപ്പുകളാക്കി മാലിന്യത്തിൽ നിന്ന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മൂല്യമില്ലാത്ത സാധനം എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിരുന്ന മാലിന്യത്തിൽ നിന്ന് മൂല്യവത്തായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുകയും നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകാനും കഴിഞ്ഞ സംരംഭമായിട്ട് ഇത് മാറുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം 100 ദിവസത്തിനുള്ളിൽ 50,000 പേർക്ക് തൊഴിൽ നൽകും എന്ന് എല്ലാ വകുപ്പുകളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട 15,000 തൊഴിലവസരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിനാവശ്യമായ പദ്ധതി അവർ തയ്യാറാക്കുന്നുണ്ട്. അതിൽ ഹരിത സംരംഭങ്ങൾ അതൊരു പ്രധാനപ്പെട്ട ഇനമാണ്.
നമുക്ക് സ്വയം നിൽക്കാൻ കഴിയുന്ന ഗ്യാപ് ഫണ്ട് കിട്ടും. അത് നഗരസഭകൾ നൽകും. നഗരസഭകൾ അത് നൽകണം, പഞ്ചായത്തുകൾ നൽകണം. ആ കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ ഇത് സ്വയം നിൽക്കാൻ കഴിയുന്ന സംരംഭങ്ങളായി കേരളത്തിൽ നിരവധി സ്ഥലത്ത് മോഡലുകളുണ്ട്. അതിൽ നിന്ന് വരുമാനം ഉണ്ടാകുന്നു, പുതിയ തൊഴിലുണ്ടാകുന്നു, കൃഷിക്കും അനുബന്ധ കാര്യങ്ങൾക്കൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ സൂചിപ്പിച്ച പോലെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോ കോവിഡുമായി ബന്ധപ്പെട്ടപ്പോൾ പലപ്പോഴും നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല അതാണ്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കൂടി വരുന്നുണ്ടോ? അത് നമുക്ക് നല്ല പോലെ എല്ലാവരും കൂടി പരിശ്രമിക്കണം. അതിനാവശ്യമായ പ്ലാസ്റ്റിക് നിരോധനം, അത് വളരെ ഗുണനിലവാരം കുറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നിരോധിച്ചത് നമുക്കത് കർശനമായി നടപ്പിലാക്കാൻ ഇനിയും തുടർന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പൊ കോവിഡിന്റെ കാലത്ത് ഭക്ഷണവും മറ്റു സാധനങ്ങളും വസ്തുക്കളും ഒക്കെ പ്ലാസ്റ്റിക് കവറുകളിൽ തന്നെ വീണ്ടും കൊടുത്തു തുടങ്ങുന്നു എന്നുള്ളൊരു സ്ഥിതി വന്നുവിടുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ ഈ കാര്യത്തിലും ഉണ്ടാകണം. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു തൊഴിലവസരമാണ്. ആ തൊഴിലവസരം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഇടപെടലുകളിലേക്ക് നമുക്ക് നല്ല പോലെ പോകാനാകണം. അതില് കുടുംബശ്രീയുടെ ഇടപെടൽ വളരെ മാതൃകാപരമാണ്. കേരളത്തിലെ ഈ ശുചിത്വത്തിന്റെ ചാലക ശക്തിയായി ഞാൻ അഭിമാനത്തോടു കൂടി പറയും, 30,000-അടുത്ത് വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ നാടിന്റെ പ്രവർത്തനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നവരാണ്. അവരഭിമാനത്തോടു കൂടി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. അവർക്ക് ജീവിക്കാൻ മതിയായ വേതനം കിട്ടുന്ന രീതിയിലേക്ക് യൂസർ ഫീയുടെ കാര്യത്തിൽ, അത് കൃത്യതയുണ്ടാക്കുന്ന കാര്യത്തിൽ, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്ന കാര്യത്തിലെല്ലാം നമുക്കിനിയും മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. തൊഴിലുറപ്പ് പദ്ധതിയെ പ്രയോജനപ്പെടുത്തി ഗ്രാമീണ മേഖലയിൽ ഇനിയും നമുക്ക് ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. ആവശ്യമായ കിറ്റുകൾ, മറ്റു സാധനങ്ങൾ, പണം എവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അതിനാവശ്യമായ പണമുണ്ട്. ആ പണമെല്ലാം പ്രയോജനപ്പെടുത്തി നമുക്ക് ഏറ്റവും ഇന്ന് നേടാൻ കഴിഞ്ഞ ഈ നേട്ടങ്ങൾ വികസിപ്പിക്കാൻ നമുക്കാകണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി, ഇവിടെ ചില കേന്ദ്രീകൃത പദ്ധതികൾ കൂടി നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ആ പദ്ധതികൾ സ്വാഭാവികമായും വരും. പക്ഷെ അത് വരുന്നതിന് ഇടയ്ക്ക് കോഴിക്കോട് അത് ആരംഭിക്കാൻ വേണ്ടിയുള്ള ധാരണയായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലും തുടരുക. പക്ഷെ നമുക്ക് ഉറവിട മാലിന്യ സംസ്കരണത്തിലും അതുപോലെ തന്നെ വികേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണത്തിലും തന്നെ കേന്ദ്രീകരിക്കാൻ, അത് തന്നെയാണ് കേരളത്തിന്റെ യഥാർത്ഥത്തിലുള്ള മാർഗം. അതിലേക്ക് പോകണം. ഇപ്പോൾ ലോകബാങ്കുമായി നമ്മൾ ഖരമാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതി കൂടി ഇപ്പോൾ ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ളത് ഇത്തരണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുക. അത് നഗരസഭകൾക്കാണ്. 87 നഗരസഭകൾക്കും 6 കോർപ്പറേഷനുകൾക്കുമായി 93 സ്ഥാപനങ്ങൾക്ക് ലോകബാങ്കിന്റെ സഹായവും സംസ്ഥാന ഗവൺമെന്റ് വിഹിതവും കൂടി 6 വർഷക്കാലം കൊണ്ട് നമ്മൾ പൂർത്തീകരിക്കുന്ന ഖരമാലിന്യ സംസ്കരണത്തിന് നമ്മുടെ മോഡലുകളെ വികസിപ്പിക്കാനും ഇന്നുള്ള സംവിധാനത്തെ പ്രയോജനപ്പെടുത്താനും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികൾക്ക് തന്നെ അത് കൈകാര്യം ചെയ്യാനും നേതൃത്വം നൽകാനും കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വിദഗ്ധമായ ഉപദേശവും ശാസ്ത്രീയമായ ടെക്നോളജിയും എല്ലാം നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന രീതിയിൽ 2100 കോടി രൂപയുടെ മൂല്യം വരുന്ന, ഇപ്പോഴത്തെ റേറ്റ് ഒരു സ്വല്പം കൂടി കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരം വലിയൊരു പദ്ധതിയാണ് കേരളത്തിൽ ഈ നഗരപ്രദേശങ്ങളെ നമുക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അതുകൂടി ഹരിത കേരള മിഷന്റെ പ്രവർത്തനത്തിന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണത്തിന് വലിയ സഹായകമാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കാൻ അതിശക്തമായ നേതൃത്വം നൽകിയ എല്ലാ വകുപ്പ് തലവന്മാരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ശുചിത്വ മിഷന്റെയും ക്ലീൻ കേരള കമ്പനിയുടെയും പ്രവർത്തനം വളരെ മാതൃകാപരമായി വ്യാപിപ്പിക്കാൻ നമുക്കായിട്ടുണ്ട്. അതുപോലെ മറ്റ് തൊഴിലുറപ്പും കുടുംബശ്രീയും എല്ലാം ഇതിന്റെ ഭാഗമായിട്ടുള്ള വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഹരിത കേരള മിഷന്റെ ഡോക്ടർ സീമ ഉൾപ്പെടുന്ന ടീം വളരെ മാതൃകാപരമായി രംഗത്ത് പ്രവർത്തിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രാഥമിക കർത്തവ്യം നിർവഹിക്കാൻ ഒരു മിഷൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് ഇനിയും യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് ആശംസിച്ച് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വളരെ കർമ്മോത്സുകരായി. പ്രശ്നമുള്ള സമയമാണ്. ഇപ്പൊ നമ്മുടെ ക്യാമ്പുകളും CFLTCകളും ഒക്കെ നടക്കുകയാണ്. അവിടുത്തെ മാലിന്യങ്ങളും നമുക്ക് സംസ്കരിക്കണം. അതൊക്കെ മാതൃകാപരമായി ഇപ്പൊ നടക്കുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി കിച്ചൺ ഇതുപോലെ ഹരിത ചട്ടം പാലിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തിയത്. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ വെല്ലുവിളികൾ നിറഞ്ഞ കാലമാണ്. അതാണ് പ്രശ്നം. നമ്മൾ സുഗമമായ ഒരു കാലഘട്ടത്തിലല്ല ഈ നേട്ടം ഉണ്ടാക്കിയത്. വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ പ്രളയത്തിന്റെ പ്രശ്നം, എത്ര വേഗത്തിലാണ് നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. 2 പ്രളയത്തിന്റെ, ഇപ്പോ ഈ കോവിഡ് എന്ന മഹാമാരി ഉണ്ടാക്കിയ ഈ പ്രതിസന്ധി, ഇതോടൊപ്പം നമ്മുടെ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, അതിനിടയ്ക്കാണ് കേരളത്തെ ഒരു നവകേരള സൃഷ്ടി, എന്തു വന്നാലും തടയാനാവില്ല ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു ഗവൺമെന്റ് എല്ലാ മേഖലയിലും മുന്നോട്ട് പോകുന്നത്. അതിന് ഒപ്പം നിൽക്കാൻ കേരളത്തിലെ പ്രാദേശിക സർക്കാരുകൾക്കാകുന്നു എന്നുള്ള അഭിമാനകരമായ അന്തരീക്ഷം കൂടി കേരളത്തിലുണ്ട്.
അത് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. ശുചിത്വ പദവി റിപ്പോർട്ട് അവതരണത്തിനായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ IAS സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, സംസ്ഥാന ബജറ്റിൽ സർക്കാരിന്റെ 12 പരിപാടിയുടെ ഭാഗമായി 500 ഗ്രാമപഞ്ചായത്തിനും 50 നഗരസഭകൾക്കും ശുചിത്വ പദവി നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ 250 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശുചിത്വ പദവിയിൽ എത്തിക്കുമെന്നും ഹരിത കർമ്മസേനകളിലൂടെ 1000 ഹരിത സംരംഭങ്ങൾ തുടങ്ങുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. കോവിഡിന്റെ പ്രതികൂല പശ്ചാത്തലത്തിലും മാലിന്യ പരിഹാരത്തിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ നേതൃത്വവും ഉദ്യോഗസ്ഥ വൃന്ദവും അശ്രാന്തം പരിശ്രമിച്ചിട്ടുണ്ട്. ശുചിത്വ പദവി യാഥാർത്ഥ്യമാക്കാൻ നഗരകാര്യ പഞ്ചായത്ത് വകുപ്പുകൾക്കും ഹരിത സഹായ സ്ഥാപനങ്ങൾക്കും പുറമെ ശുചിത്വ മിഷൻ, തൊഴിലുറപ്പ് മിഷൻ, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി, കുടുംബശ്രീ മിഷൻ, ക്ലീൻ കേരള കമ്പനി എന്നിവരുടെ വിഭവങ്ങളും പ്രവർത്തനങ്ങളും സംയോജിപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും നിർവഹണത്തിൽ ഉണ്ടാക്കുന്ന തടസ്സങ്ങളും യഥാസമയം വിലയിരുത്തുന്നതിനും പരിഹരിക്കുന്നതിനും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും മിഷനുകളുടെയും ഏകോപന കമ്മിറ്റി രൂപം കൊള്ളുകയും മാസത്തിൽ 2 തവണ ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു വരികയും ചെയ്തു. ഹരിത കേരള മിഷനാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത്. ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ സമ്പൂർണ്ണമായി ഒരുക്കുകയും വാതിൽപ്പടി ശേഖരണ സംസ്കരണ പ്രവർത്തനങ്ങൾ മുന്നേറുകയും ചെയ്തിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകൾക്കുമാണ് ഇന്ന് ശുചിത്വ പദവി നൽകുന്നത്. 2016 കണ്ണൂർ ജില്ലയിലെ ചെമ്പിലോട്, കതിരൂർ, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ തുടങ്ങിയ ചുരുക്കം ചില ഗ്രാമപഞ്ചായത്തുകളിലും ആറ്റിങ്ങൽ, വടക്കൻ പറവൂർ, ചിറ്റൂർ, തത്തമംഗലം തുടങ്ങിയ ചില നഗരസഭകളിലും മാത്രമായിട്ടാണ് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനം ഉണ്ടായിരുന്നത്. ഇന്ന് 941 ഗ്രാമപഞ്ചായത്തുകളിൽ 508, അതായത് 54%, 93 നഗരസഭകളിൽ 58%, 62% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ശുചിത്വ പദവി കൈവരിക്കുന്നത്. ജില്ലാ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകളിൽ കോട്ടയത്ത് 92%, കൊല്ലത്ത് 72%, നഗരസഭകൾ തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി ജില്ലകളിൽ 100% നേട്ടം കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ നേട്ടങ്ങളാണ്. 31 ബ്ലോക്ക് പഞ്ചായത്തുകളും ശുചിത്വ പദവി നേടിയെടുത്തിട്ടുണ്ട്. 608 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് ഇന്നുവരെ സ്വയം ശുചിത്വ പദവി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവരുടെയും കൂടി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അവരുടെയും കൂടി ശുചിത്വ പദവി പ്രഖ്യാപിക്കുന്നതായിരിക്കും. കേരളത്തിലെ 850 ഗ്രാമപഞ്ചായത്തുകളിലും 88 നഗരസഭകളുമായി ആകെ 938 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹരിത കർമ്മസേനകൾ പ്രവർത്തിക്കുന്നു. ഇതിൽ 28,632 അംഗങ്ങളുള്ള ഹരിത കർമ്മസേനകൾ എല്ലാം കൂടി 1551 സംരംഭ ഗ്രൂപ്പുകളായാണ് പ്രവർത്തിക്കുന്നത്. അജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് 1339 മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളും 2825 മിനി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയും നിലവിലുണ്ട്. പുനഃചക്രമണത്തിനും പുനഃപ്രയോഗത്തിനുമായി തരംതിരിക്കുന്നതിനും കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷ്രെഡ് ചെയ്യുന്നതിനുമായി 162 റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റികളും സജ്ജമായി പ്രവർത്തിക്കുന്നു. കേരളത്തിൽ പ്രതിവർഷം 3.6 ലക്ഷം മെട്രിക് ടൺ ഖരമാലിന്യം ഉൽപ്പാദിക്കുന്നതായി കണക്കാക്കുന്നു. ഇതിന്റെ 72% ജൈവ മാലിന്യവും 28% അജൈവ മാലിന്യവുമാണ്. പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്ന 7230 ടൺ ജൈവ മാലിന്യത്തിൽ 4100 ടൺ ഉറവിടത്തിൽ സംസ്കരിക്കുന്നതിന് ഉപാധികൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്ന 10 ലക്ഷത്തിലേറെ വരുന്ന മെട്രിക് ടൺ അജൈവ മാലിന്യത്തിൽ 6.5 ലക്ഷം മെട്രിക് ടൺ ശേഖരിക്കുകയാണ്. 41 ലക്ഷം വീടുകളിൽ ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. 11.5 ലക്ഷം വീടുകളിൽ നിന്നും ജൈവ മാലിന്യം ശേഖരിച്ച് പൊതു സംവിധാനങ്ങളിലൂടെ സംസ്കരിക്കുകയാണ്. 31,075 സ്ഥാപനങ്ങളിലും ഉറവിട സംസ്കരണ സൗകര്യങ്ങൾ ഉണ്ട്. 48 ലക്ഷം വീടുകളിൽ നിന്ന് 2.5 ലക്ഷം സ്ഥാപനങ്ങളിൽ നിന്നുമാണ് അജൈവ മാലിന്യം വാതിൽപ്പടി ശേഖരണം നടന്നു വരുന്നത്. ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഗോഡൌണുകൾ, മാസ്റ്റർ RRFകൾ തുടങ്ങി പുതിയ ക്രമീകരണങ്ങളും സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്.
അജൈവ മാലിന്യ ശേഖരണത്തിനായി പ്രത്യേക കലണ്ടർ നിശ്ചയിച്ച് തദ്ദേശ സംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി വരുന്നു. സംയോജിത പ്ലാസ്റ്റിക് സംസ്കരണം, ചില്ല് മാലിന്യ സംസ്കരണം, ജില്ലാ സോർട്ടിംഗ് സെന്റർ, ശാസ്ത്രീയ ലാൻഡ്ഫിൽ തുടങ്ങിയ പദ്ധതികൾക്ക് റീബിൽഡ് കേരളം മുഖേന 50 കോടി രൂപയും ക്ലീൻ കേരള കമ്പനിക്ക് അനുവദിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രതിവർഷം 12,684 ടൺ ജൈവവളം നിർമ്മിക്കുന്നതിൽ വ്യത്യസ്ത പേരുകൾ ബ്രാൻഡ് ചെയ്ത് വിറ്റ് വരുന്നുണ്ട്. ഇത് കാർഷിക രംഗത്തെ ഒരു പുതിയ ചുവടുവയ്പും കൂടിയാണ്. മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി 10,000 സർക്കാർ ഓഫീസുകളിലും 1.3 ലക്ഷം ഇതര സ്ഥാപനങ്ങളിലും ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കി വരുന്നു. ക്ലീൻ കേരള കമ്പനി മുഖാന്തരം 1553 മെട്രിക് ടൺ ഇലക്ട്രോണിക് മാലിന്യവും ശേഖരിച്ച് കൈമാറിയിട്ടുണ്ട്. പ്രളയബാധിത പ്രദേശത്ത് നിന്നും 10,233 ടൺ മാലിന്യം നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തൊഴിലുറപ്പ് മിഷന്റെ സഹകരണത്തോടെ ഏകദേശം 12,000 കമ്പോസ്റ്റ് കുഴികളും 6,500 സോപ്പ് പിറ്റുകളും 686 മിനി MCFകളുമാണ് ഈ വർഷം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത ഘട്ടം എന്ന നിലയിൽ മാലിന്യ ശേഖരണ സംസ്കരണ സംവിധാനങ്ങൾ 100% എത്തിക്കുന്നതിലേക്കും ദ്രവമാലിന്യം, കക്കൂസ് മാലിന്യം, കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ, ഇറച്ചി, മുടി മാലിന്യം, സാനിറ്ററി വേസ്റ്റ് തുടങ്ങി ഇതര മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി സമ്പൂർണ്ണ ശുചിത്വ പദവി എത്തിക്കുന്നതിനാണ് ഇന്ന് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശുചിത്വ പദ്ധതി സംബന്ധിച്ച പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കും. താങ്ക് യു മാഡം. ആശംസാ പ്രസംഗത്തിനായി കേരള മേയേഴ്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ, തദ്ദേശഭരണ വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീൻ അവർകളെ, എക്സിക്യൂട്ടീവ് ചെയർമാൻ ഹരിത കേരള മിഷന്റെ ഡോക്ടർ TN സീമ, പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി ശാരദ IAS, പ്രിൻസിപ്പൽ സെക്രട്ടറി വിശ്വനാഥ് സിൻഹ IAS, മീർ മുഹമ്മദ്, മറ്റ് ഇതിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, എന്തുകൊണ്ടോ കോഴിക്കോട് കോർപ്പറേഷനെ പറഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ട്. ഇതിൽ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളെയും ജില്ലാ പഞ്ചായത്തുകളെയൊക്കെ പറഞ്ഞെങ്കിലും ഏക കോർപ്പറേഷൻ കേരളത്തിൽ ഈ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ളത് കോഴിക്കോട് മാത്രമാണ്. 60% മാർക്ക് ലഭിച്ച ആളുകൾക്ക് മുഴുവൻ, സ്ഥാപനങ്ങൾക്ക് മുഴുവൻ ഈ പദവിയിലേക്ക് ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് 85% മാർക്ക് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് 12 മിനി MRF ഉണ്ട്, മെഗാ MRF 2 എണ്ണം ഉണ്ട്, തുമ്പൂർ മൊഴി 6 എണ്ണം ഉണ്ട്, 729 വർക്കേഴ്സ് ഉണ്ട്, 100 ടണ്ണിൻ്റെ ഒരു കമ്പനി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ആ ഒരു വർഷത്തെ ഞങ്ങളുടെ വരുമാനം തന്നെ, അതിൽ തന്നെ 26 ലക്ഷം ഉറുപ്പ്യ. അതും അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, 5 ഉറുപ്പ്യക്ക് വിറ്റ് വരുന്ന വളം ഞങ്ങൾ ഇപ്പം കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു സഹായ പദ്ധതി 2 ഉറുപ്പ്യ തോതിൽ കൊടുത്തുകൊണ്ട് കാർഷിക മേഖലയിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വകയായിട്ട് നൽകുകയുണ്ടായി. എന്നിട്ട് പോലും ഞങ്ങൾക്കത് ഏകദേശം 26 ലക്ഷം രൂപയോളം ഈ കാര്യത്തിൽ മാത്രം വരുമാനം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റ് ഉണ്ട്. ഈ ഇത്രയും 2 വർഷം കൊണ്ട് ഞങ്ങൾ ഏകദേശം 5.7 ടണ്ണ് പ്ലാസ്റ്റിക്കുകൾ ഷ്രെഡിങ് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 7.5 കിലോമീറ്റർ റോഡ് ഞങ്ങളുടെ കോർപ്പറേഷനിൽ ചെയ്യാൻ വേണ്ടി സാധിച്ചു. 3400 കിലോമീറ്റർ പുറത്ത് ഞങ്ങൾക്ക് നൽകാൻ വേണ്ടി സാധിച്ചു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ എല്ലാ നിലയ്ക്കും വേസ്റ്റ് ടു എനർജീൻ്റെ ആദ്യത്തെ പ്ലാന്റ് കേരളത്തിൽ കോഴിക്കോടാണ് വരാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 500 ടണ്ണ് ശേഷിയുള്ള ഏറ്റവും വലിയ പ്ലാന്റുകളിൽ ഒന്നാണ്. അത് കേരളത്തിന് തന്നെ ഒരു മാതൃകയായിക്കൊണ്ടാണ്, ഗവൺമെൻറ് ഏറ്റവും മുൻകൈ എടുത്തുകൊണ്ടാണ് നമുക്കത് നൽകിയിട്ടുള്ളത്. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായിട്ട് 589 സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് ഈ പദവി നൽകുന്നത്. മുഖ്യമന്ത്രിയും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെ പറഞ്ഞ മാതിരി
നമ്മുടെ വികസനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, കാരണം നമ്മൾ പലതിനും ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള ആളുകളാണ് നമ്മുടെ സംസ്ഥാനം. അതിൽ ശുചിത്വത്തിൻ്റെ കാര്യത്തിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നാണത്. ആദ്യത്തെ ഫസ്റ്റ് ഡ്യൂട്ടിയാണ് ശരിക്കും ശുചിത്വം, ശുചീകരണവും. അതില്ലാതെ നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനുള്ള വലിയൊരു പദ്ധതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു മാതൃകയായിക്കൊണ്ട് കേരളം അതിനും മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് കൗൺസിലിൻ്റെ ഏറ്റവും നല്ല സഹകരണം, നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മളെ ഹെൽത്തിലെ ഡോക്ടർ ഗോപകുമാറിൻ്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അതിലത്തെ HIമാരും JHIമാരും അതിലുള്ള മുഴുവൻ തൊഴിലാളികളും വലിയ തോതിലുള്ള സഹകരണവും സഹായവുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന് പുറമെ നമ്മൾ ഹരിതകർമ്മസേന, വിവിധ NGOs, നിരവധി ആളുകൾ, സന്നദ്ധ സംഘടനകൾ സഹായിച്ചിട്ടുണ്ട്. റെസിഡന്റ് അസോസിയേഷനുകൾ വളരെ സജീവമായിട്ട് ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എനിക്ക് ഇതിലൊരു വിഷമം, നമ്മളിപ്പോൾ ഇതുവരെ ബാക്കി കാര്യങ്ങൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ലിക്വിഡ് വേസ്റ്റിനെ കുറിച്ച് നമ്മൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു ചെറിയ പോരായ്മയുണ്ട്. അത് ഗൗരവത്തിൽ എടുക്കേണ്ടുന്ന ഒരു വിഷയമാണ്. സീവറേജുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അത് വലിയ വില കൊടുക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അതിനുകൂടിയുള്ള ഒരു പരിശ്രമം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് നടത്തി കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. കേരളം ഈ കാര്യത്തിലും ശുചിത്വത്തിൻ്റെ കാര്യത്തിലും ഏറ്റവും മുൻപന്തിയിലെത്താൻ നമുക്ക് ഒരുപാട് പേരുടെ ഇതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നിറവിൻ്റെ ഒരു വലിയ സഹായ സഹകരണങ്ങൾ ഈ ഹരിതകർമ്മ സേനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും ശരിക്കും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ ഒരു വിജയം കരസ്ഥമാക്കിയാൻ സാധിക്കുക. നമുക്ക് ഹരിതകർമ്മ സേനയിലൂടെ യൂസർ ഫീ ആയിട്ട് 20 ലക്ഷം ഉറുപ്പ്യ പിരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു വലിയ നേട്ടമാണ്. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ വിജയം. ഇത് തന്നെ ആയിരിക്കണം നമുക്ക് ഒരു മാതൃകയായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് കേരളത്തിലുടനീളം നടപ്പിലാക്കിക്കൊണ്ട് നമ്മളെ സംസ്ഥാനത്തെ ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വമാർന്ന ഒരു പ്രദേശമായിട്ട്, ഒരു സംസ്ഥാനമായിട്ട് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അധ്യക്ഷന്റെ അനുമതിയോടെ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ വളരെ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് 3 കോർപ്പറേഷനുകളാണ് ശുചിത്വ പദവി നേടിയിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ, കൊല്ലം കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പൊ അത് നമ്മൾ പക്ഷെ നഗരസഭ എന്ന നിലയിൽ ഒരുമിച്ച് പറഞ്ഞത് കൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് എടുത്തു പറയാതിരുന്നത്. അതുകൊണ്ട് തോട്ടത്തിൽ രവീന്ദ്രന്റെ ആ വിഷമം തീർന്നു കാണും വിചാരിക്കുന്നു. ആശംസാ പ്രസംഗത്തിനായി കേരള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്സ് ചേംബർ ചെയർമാൻ ശ്രീ VK മധു സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം ഓൺലൈനിൽ ഇല്ല എന്ന് തോന്നുന്നു. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ കേരളയുടെ ചെയർമാൻ ശ്രീ VV രമേശൻ സാറിനെ ക്ഷണിക്കുന്നു. അടുത്ത ആളെ വിളിക്കും. അദ്ദേഹവും ഓൺലൈനിലില്ല. ആശംസാ പ്രസംഗത്തിനായി കേരള ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ സെക്രട്ടറി സാബു K ജേക്കബ് സാറിനെ ക്ഷണിക്കുന്നു. കാഞ്ഞങ്ങാടുണ്ട്. രമേശനെ വിളിച്ചത്. രമേശനുണ്ട്. രമേശൻ ചിത്രത്തിൽ വന്നില്ല. ശരി. ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, ജനകീയനായ കേരളത്തിന്റെ തദ്ദേശ വകുപ്പ് മന്ത്രി, ഈ ചടങ്ങിലെ അധ്യക്ഷൻ ശ്രീ AC മൊയ്തീൻ അവറുകളെ, ശ്രീമതി ശാരദാ മുരളീധരൻ IAS,
സഹപ്രവർത്തകരായ തോട്ടത്തിൽ രവീന്ദ്രൻ, മേയർ കോഴിക്കോട് കോർപ്പറേഷൻ, ശ്രീ വി കെ മധു, ശ്രീ സാബു കെ ജേക്കബ്, ശ്രീ ആർ സുഭാഷ്, അഡ്വക്കേറ്റ് തുളസിബായി പത്മനാഭൻ, മറ്റ് ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ, നമുക്ക് സ്വാഗതം ആശംസിച്ച ഡോക്ടർ ടി എൻ സീമ, പ്രിയപ്പെട്ടവരെ, കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് കേരളത്തെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ കേരളത്തിൽ 2-3 വർഷം മുമ്പ് വരെ കേരളത്തിലെ എവിടെ നോക്കിയാലും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മാലിന്യത്തിന്റെ കൂമ്പാരമായിരുന്നു. എന്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ പദവിയിലേക്ക് വരുന്നതിന് മുമ്പ് കാഞ്ഞങ്ങാട് പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിസിറ്റിയുടെ ട്രാൻസ്ഫോമറിന്റെ ചുവട്ടിലും അതുപോലെ തന്നെ മരങ്ങളുടെ ചുവട്ടിലൊക്കെ ഒരാൾ ഉയരത്തിൽ വേസ്റ്റുകൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിലെവിടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ ഹരിത കേരള മിഷന്റെ ഒക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെ മാലിന്യ മുക്തമായ ഒരു നഗരമായി, ഒരു നാടായി, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ മാറ്റാൻ കഴിയുമെന്ന് അക്ഷരാർത്ഥത്തിൽ കേരളം തെളിയിച്ചിരിക്കുകയാണ്. ഇതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ച ബഹുമാനപ്പെട്ട AC മൊയ്തീൻ അവറുകൾ, അതുപോലെ തന്നെ TN സീമ അവറുകൾ, ഇവരെല്ലാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ വിജയിപ്പിച്ച പദ്ധതികൾ നേരിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം TN സീമ അവர்கள் നമ്മുടെ നഗരസഭക്കകത്ത് വന്ന് ഇപ്പോഴത്തെ ട്രെഞ്ചിങ് ഗ്രൗണ്ട് നടന്നൊരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഒരു മിനി ഫാക്ടറിയാക്കി ട്രെഞ്ചിങ് ഗ്രൗണ്ടിനെ ഞങ്ങൾക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. 10-35 ഹരിതകർമ്മ സേന അംഗങ്ങൾ അവിടെ തൊഴിലെടുക്കുന്നു. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ നഗരസഭ പഞ്ചായത്തുകളിലും ഇപ്പോൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കേരളത്തെ മാലിന്യത്തിൽ നിന്നും മോചിപ്പിക്കുമ്പോൾ കേരളം വിജയം കൈവരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ആരോഗ്യ മേഖലയിൽ കൂടിയാണ്. മാലിന്യം ഇല്ലാതായാൽ ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാൻ കഴിയത്തക്ക നിലയിൽ കേരളത്തിലെ മാലിന്യങ്ങൾ പൂർണ്ണമായും വേസ്റ്റ് തരൂ കാശി തരാമെന്ന മുദ്രാവാക്യമാണ് ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. അങ്ങനെ മുന്നോട്ട് വെച്ചപ്പോൾ ഈ വേസ്റ്റുകളെല്ലാം സംഭരിക്കാൻ വേണ്ടി കഴിഞ്ഞു. നേരത്തെ മേയറുടെ സൂചിപ്പിച്ച പോലെ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് റോഡ് ടാർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഇങ്ങനെ വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വേസ്റ്റ് ഇല്ലാത്ത, നോ വേസ്റ്റ് ഇല്ലാത്ത ഒരു നാടായി കാഞ്ഞങ്ങാടിനെ മാറ്റാൻ, അല്ലെങ്കിൽ കേരളത്തെ മാറ്റാൻ കഴിയത്തക്ക നിലയിലേക്ക് ഇന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് സാധിക്കുന്നു എന്നതിൽ ഏറെ അഭിമാനിക്കാം. അതിനോടൊപ്പം തന്നെ TN സീമ അവർ നേതൃത്വം നൽകുന്ന ഹരിത കേരള മിഷനും ഇതിന്റെ പൂർണ്ണമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഹെൽത്ത് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണ്. ഇതിൽ എടുത്തു പറയത്തെ എന്നെയൊക്കെ ആകർഷിച്ച ഒരു കാര്യമുണ്ട്. ഈ തിരുവനന്തപുരം ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ തിരുവനന്തപുരത്ത് പോകുമ്പോൾ അവിടെ ഒരു മാലിന്യവും കാണാൻ വേണ്ടി കഴിയില്ല. നേരത്തെ തിരുവനന്തപുരം മേയറായിരുന്ന ശ്രീ വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ആ പട്ടണം മുഴുവൻ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെയൊക്കെ മനസ്സൊന്നും മാഞ്ഞിട്ടില്ല. അതൊരു മാതൃകയാക്കി കാഞ്ഞങ്ങാട് നഗരസഭക്കകത്ത് എല്ലാ ഉത്സവകാലങ്ങളിലും, ഓണമായാലും അതുപോലെ തന്നെ വിഷു ആയാലും അതുപോലെ ക്രിസ്മസ്, ന്യൂ ഇയർ, ഇത്രയും നഗരസഭക്കകത്തും പഞ്ചായത്തിലും ഈ ഉത്സവകാലങ്ങളിലെല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിവർത്തനത്തിന് നേതൃത്വം നൽകിയ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദനങ്ങൾ. താങ്ക് യു സർ. ആശംസാ പ്രസംഗത്തിനായി കേരള ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ സെക്രട്ടറി ശ്രീ സാബു കെ ജേക്കബ് സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ ഇതിന്റെ ഉദ്ഘാടകൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട പിണറായി വിജയൻ അവർ, ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ കേരളത്തിന്റെ തദ്ദേശ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ശ്രീ AC മൊയ്തീൻ അവർ,
സ്വാഗതം പറഞ്ഞ ഏറ്റവും സ്നേഹം നിറഞ്ഞ എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ ഹരിത കേരളം TN സീമ, ഏറ്റവും ആദരണീയയായ തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ IAS, ഏറ്റവും സ്നേഹം നിറഞ്ഞ തോട്ടത്തിൽ രവീന്ദ്രൻ അവറുകൾ, പ്രിയപ്പെട്ട ശ്രീ VV രമേശൻ, പ്രിയപ്പെട്ട R സുഭാഷ്, അഡ്വക്കേറ്റ് തുളസിബായ് പത്മനാഭൻ, പ്രിയപ്പെട്ട വിശ്വനാഥ് സിൻഹ IAS, പ്രിയപ്പെട്ട N പത്മകുമാർ, ഡോക്ടർ PK ജയശ്രീ, പ്രിയപ്പെട്ട തദ്ദേശ വകുപ്പ് നമ്മുടെ നഗരകാര്യത്തിന്റെ പ്രിയപ്പെട്ട ഡയറക്ടർ ഡോക്ടർ രേണുരാജ് IAS, S ഹരികിഷോർ IAS, ഡോക്ടർ ദിവ്യ S അയ്യർ, ഡോക്ടർ ജോയി എളമൺ, പ്രിയപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ക്ലീൻ കേരള കമ്പനിയുടെ P കേശവൻ നായർ, ഏറ്റവും ആദരണീയനായ നന്ദി രേഖപ്പെടുത്തുന്ന പ്രിയപ്പെട്ട ശ്രീ മീർ മുഹമ്മദ് അലി IAS. സ്നേഹം നിറഞ്ഞവരെ, കേരളം നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധി നമുക്കറിയാം, തദ്ദേശ സ്ഥാപനങ്ങളാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അത് പരിഹരിക്കുവാനായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ താല്പര്യമെടുത്ത് പ്രിയപ്പെട്ട ഹരിത കേരള മിഷനുമായി ചേർന്ന്, ഒപ്പം ശുചിത്വ മിഷന്റെ സഹകരണത്തോടു കൂടി തന്നെ ഇന്ന് മികച്ച പദവിയിലേക്ക് പല തദ്ദേശ സ്ഥാപനങ്ങൾക്കും എത്തിച്ചേരുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നഗരസഭയുടെ ചേംബർ സെക്രട്ടറി നിലയിൽ എനിക്ക് പറയാനുള്ളത്, 58 നഗരസഭകൾ ഇന്ന് ഹരിത നഗരമായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. 58 നഗരസഭകളും നമുക്കറിയാം സാമ്പത്തികമായി വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിലും പ്രളയവും കോവിഡും എല്ലാം നമ്മുടെ നാടിനെ രസിച്ചപ്പോഴും ഒരു പരിധിവരെ നമുക്ക് അതിനെ അതിജീവിക്കുവാനും വളരെ ത്യാഗസമ്പൂർണമായ പ്രവർത്തനത്തിലൂടെ നമുക്കറിയാം ഹരിത നഗരമായി പ്രഖ്യാപിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുവാനുമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ നഗരസഭകൾ കടപ്പെട്ടിരിക്കുന്നത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയോടാണ്. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുമായി ചേർന്ന് ഹരിത കർമ്മസേന ഉണ്ടാക്കിക്കൊണ്ട് ഈ ഒരു ടീം ഒരുമിച്ച് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, ക്ലീനിങ് സ്റ്റാഫ്, അതേപോലെ തന്നെ ഇതിനോടെല്ലാം സഹകരിക്കുന്ന പൊതുജനം, ഈ നമ്മൾ മാലിന്യം എറിയരുത്, പട്ടണത്തെ നന്നായി കാക്കണം എന്ന് പറയുമ്പോൾ അതിനോട് സഹകരിച്ച പൊതുജനങ്ങൾ, ഇവരെല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു ടീം പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഹരിത നഗരമാക്കി നമുക്ക് മാറ്റുവാനായിട്ട് കഴിഞ്ഞത്. പറയാതിരിക്കാൻ കഴിയില്ല, പട്ടണങ്ങളെ സംബന്ധിച്ച്, നഗരങ്ങളെ സംബന്ധിച്ച് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെ നമുക്കറിയാം മാലിന്യമാണ്. പിറവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, പിറവം പഞ്ചായത്തായിരുന്ന കാലത്തിൽ അവസാനത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ആദ്യത്തെ നഗരസഭാ ചെയർമാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ്. എന്റെ നോട്ടത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വരുമ്പോൾ പിറവം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം മാലിന്യമായിരുന്നു. ആ മാലിന്യ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് പ്ലാന്റ് സ്ഥാപിച്ച് അതിലൂടെ നമുക്ക് മുന്നോട്ട് പോയി ജനങ്ങളെ ഏകോപിപ്പിച്ച് മാലിന്യം വലിച്ചെറിയുന്നതിന്റെ പ്രശ്നങ്ങൾ പഠിച്ച് അത് ജനങ്ങളിൽ അവയർനെസ്സിലൂടെ എത്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അത് നമ്മുടെ പ്രിയപ്പെട്ട TN സീമയുടെ നേതൃത്വത്തിൽ ഹരിത കേരളം വന്നപ്പോൾ അത് കുറച്ചുകൂടി നമുക്കറിയാം ഒരുപാട് അവയർനെസ് ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വരുവാനും ജനങ്ങളെ ബോധവൽക്കരിക്കുവാനായിട്ട് കഴിയും. പിറവം നേരിട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞു. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ നേടിയെടുത്ത വലിയൊരു കാര്യം, ഇ വേസ്റ്റ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ക്ലീൻ കേരള കമ്പനിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 2 ലക്ഷം രൂപയുടെ ഇ വേസ്റ്റ് തന്നെ കളക്ട് ചെയ്ത് ക്ലീൻ കേരള കമ്പനിക്ക് നൽകി. ആ പണം ചെയർമാന്റെ ദുരിതാശ്വാസ നിധിയിൽ കൊണ്ടുവന്ന് ക്യാൻസർ, കിഡ്നി രോഗികൾക്ക് നൽകുവാനായിട്ട് കഴിഞ്ഞു. എന്നെ ഏറെ സന്തോഷിച്ച കാര്യവും അത് തന്നെയാണ്. അപ്പൊ മാലിന്യത്തിൽ നിന്ന് വരുമാനമുണ്ടാക്കി, മാലിന്യം നമുക്കറിയാം അതൊരു വേസ്റ്റ് അല്ല, അതൊരു ധനമാർഗമാണെന്ന് നമുക്ക് തെളിയിക്കുവാനായിട്ട് കഴിഞ്ഞു. അതിന് ക്ലീൻ കേരള കമ്പനിയോടുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങളോട് സഹകരിച്ച നമുക്കറിയാം നമ്മുടെ ഹരിത കർമ്മസേന, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, നഗരസഭാ കൗൺസിലേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ, എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകം ഈ സമയത്ത് അറിയിക്കുന്നു. ചേംബർ സെക്രട്ടറി എന്നുള്ളൊരു നിർദ്ദേശം എനിക്ക് വെക്കാനുള്ളത്, പ്രിയപ്പെട്ട ഹരിത കേരള മിഷന്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ TN സീമ ഈ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട മൊയ്തീൻ സാറ്, അതേപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ നമ്മുടെ ശുചിത്വ മിഷന്റെ മീർ മുഹമ്മദ് അലി IAS. എനിക്ക് പറയാനുള്ളത്, ഇത് നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ശുചിത്വ മിഷന്റെ ഒരു ഫണ്ട് അനുവദിക്കാനായിട്ട് തയ്യാറാണ്. ഈ ഗ്രേഡ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഫണ്ട്, അതിലൂടെ ഒരു ഗുണം കിട്ടുന്നത് എല്ലാവരും ഇത് നിലനിർത്തിക്കൊണ്ട് പോകുവാനായിട്ട് പ്രത്യേക താല്പര്യമുണ്ട്. ശുചിത്വ മിഷൻ നമുക്കറിയാം IIC ഫണ്ടുകളൊക്കെ നൽകുന്നുണ്ട്. അതോടൊപ്പം ഈ ഗ്രേഡിംഗ് നിലനിർത്തി ഈ ഹരിത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരസഭകൾക്ക് പ്രത്യേക ഒരു ഫണ്ട് അനുവദിക്കും എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇത് മുന്നോട്ട് പോകാൻ കഴിയും. തെരഞ്ഞെടുപ്പ് വരികയാണ്,
വരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധ്യക്ഷന്മാർക്കും അതുപോലെ ഭരണസമിതിക്കും കൂടുതൽ താല്പര്യമെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്നതിനാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട മീർ മുഹമ്മദ് അലി IAS എനിക്ക് പറയാനുള്ളത്, എറണാകുളം ജില്ലയിൽ നമുക്കറിയാം കോഴി വേസ്റ്റ് സംസ്കരിക്കുന്ന പിടിഗ്രിയാക്കി മാറ്റുന്ന ഒരു പ്ലാന്റ് ബഹുമാനപ്പെട്ട തോട്ടത്തിൽ രവീന്ദ്രൻ കോർപ്പറേഷൻ, നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോട് മേയർ, അദ്ദേഹം ഞാനുമായി പലതവണ ഇക്കാര്യം സംസാരിച്ചിട്ടുള്ളതാണ്. ഒരു പ്ലാന്റ് എറണാകുളം ജില്ലയിൽ നിങ്ങൾ തയ്യാറായാൽ അതിനുവേണ്ടി താല്പര്യമെടുത്ത്, അതിനു മുമ്പ് നടന്ന മീറ്റിംഗ് ഞാൻ ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എറണാകുളം ജില്ലയിൽ പിറവം അതിന് സ്ഥലം കണ്ടെത്തി നൽകുവാനായിട്ട് തയ്യാറാണ്. അങ്ങനെ ഒരു ഫാക്ടറി വരുന്നതോടുകൂടി കുറച്ചു പേർക്ക് തൊഴിലവസരം ഉണ്ടാവും. അതുപോലെ ഞങ്ങളൊക്കെ നേരിടുന്ന പ്രശ്നം, പുഴയുള്ള നഗരസഭകളും തദ്ദേശ സ്ഥാപനങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ കോഴി വേസ്റ്റ് നമ്മുടെ പുഴകളിലേക്കും അതുപോലെ ജലാശയങ്ങളിലേക്കും എറിയുന്നു എന്നുള്ളതാണ്. അതൊരു പരിധിവരെ ഈ വരുന്ന പദ്ധതിയിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാകാൻ കഴിയും. അത് അങ്ങയുടെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി ഞാൻ പെടുത്തുകയാണ്. എറണാകുളം ജില്ലയിൽ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡോളി കുര്യാക്കോസ് അവരുമായി നടത്തിയ ഒരു ചർച്ചയിൽ ഞാൻ ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിന് താല്പര്യമെടുത്ത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരികയുണ്ടായി. അതുകൊണ്ട് ഒരു പ്രത്യേക താല്പര്യം ഈ കാര്യത്തിൽ എടുത്താൽ അടിയന്തരമായി തന്നെ നമുക്ക് പരിഹരിച്ച് ആരംഭിക്കുവാനായിട്ട് കഴിയും. ഇപ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയ ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനോടുള്ള നന്ദി, അതോടൊപ്പം ഏറ്റവും ആദരണീയനായ നമ്മുടെ തദ്ദേശ വകുപ്പ് മന്ത്രി AC മൊയ്തീനോടുള്ള നന്ദി, അതുപോലെ നമ്മുടെ ശാരദാ മുരളീധരൻ IAS ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറിയോടുള്ള നന്ദി, ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച സഹായങ്ങൾ നൽകിയ എല്ലാവരുമുള്ള നന്ദി മുനിസിപ്പൽ ചെയർമാൻ ചേംബർ സെക്രട്ടറി എന്ന നിലയിൽ അർപ്പിച്ചുകൊണ്ട് ഈ അവസരത്തിന് ഏറ്റവും വലിയ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു സർ. ആശംസാ പ്രസംഗത്തിനായി കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ R സുഭാഷ് സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീൻ അവർ ഈ ഔദ്യോഗികമായിട്ട് ശുചിത്വ പദവി പ്രഖ്യാപനം നടത്തിയ നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, ഹരിത കേരള മിഷന്റെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ഡോക്ടർ സീമ, വിവിധ ഭാരവാഹികൾ, ബഹുമാനരായ സഹപ്രവർത്തകരെ, അതുപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ IAS, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാറ്റത്തിന്റെ കാഹളമാണ് ഇന്ന് മുഴങ്ങിയത്. ഒരുപക്ഷെ ശുചിത്വ പദവിയിലേക്ക് കേരളത്തിലെ 60% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്തുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ തന്നെ കഴിയാതിരുന്ന ഒരു കാലഘട്ടമാണ് കേരളം പിന്നിട്ടത്. എന്നാൽ കഴിഞ്ഞ 3 വർഷക്കാലമായി നാം നടത്തിയ അശാന്തമായ പരിശ്രമത്തിലൂടെ വളരെ ദുർഘടമായിട്ടുള്ള ഈ നേട്ടം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളത്, ഇനി ബാക്കി 40% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി ഈ നേട്ടം കൈവരിക്കാനുണ്ട് എന്നുള്ളതും നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുവാൻ ഇതൊരു വലിയ ചാലക ശക്തിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശുചിത്വ പദവി നേടിയെടുക്കുന്ന നമ്മുടെ കേരളം ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് അറിയപ്പെടുന്ന ടൂറിസത്തിന്റെ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുടെ ഒരു പറുദീസയായി നമ്മുടെ ഈ കൊച്ചു തുരുത്ത് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഭൂമികയെ വളരെ സുന്ദരമായി തന്നെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഓരോ കേരളീയന്റെയും ചുമതല കൂടിയാണ്. ഇന്ന് നാം നേടുന്ന നിരവധി പ്രശ്നങ്ങൾ, മഹാമാരി പോലെയുള്ള നിരവധി പ്രശ്നങ്ങളുടെ ഉറവിടം നാം അന്വേഷിച്ച് ചെല്ലുമ്പോൾ മാലിന്യമാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മാലിന്യമുക്തമായിട്ടുള്ള ഒരു കേരളം എന്നത് അർത്ഥമാക്കുന്നത് ആരോഗ്യമുള്ള ഒരു കേരളം എന്നത് തന്നെയാണ്. ആ നിലയിൽ കേരളത്തെ എല്ലാ നിലയിലും ഒരു ആരോഗ്യമുള്ള കേരളമാക്കി മാറ്റുവാൻ മാലിന്യമുക്ത കേരളം എന്നുള്ള സന്ദേശം ഉയർത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെയും അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ
പിണറായി വിജയൻ അവരുടെ നേതൃത്വത്തെയും അതിലെല്ലാം ഉപരിയായി ഹരിത കേരള മിഷനും അതുപോലെ തന്നെ ശുചിത്വ മിഷൻ അതുപോലെ മറ്റ് ഏജൻസികൾ അവരുടെ എല്ലാം പ്രവർത്തനങ്ങളെ ഈ സന്ദർഭത്തിൽ ഞാൻ അങ്ങേയറ്റം ആദരവോടുകൂടി കാണുകയാണ്. കേരളത്തിലെ 30 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ശുചിത്വ 152 ബ്ലോക്കുകളിൽ ഇനി വലിയ ഒരു ബഹുഭൂരിപക്ഷം ബ്ലോക്കുകളും ശുചിത്വ പദവി നേടാനായിട്ടുണ്ട്. ഈ വരുന്ന ആഴ്ചകളിൽ തന്നെ പകുതിയോളം ബ്ലോക്ക് പഞ്ചായത്തുകൾ ശുചിത്വ പദവി നേടും എന്നാണ് അസോസിയേഷൻ ഭാരവാഹി എന്നുള്ള നിലയിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുവേണ്ടുന്ന പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന് മുൻകൈ എടുത്ത ഹരിത കേരള മിഷനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ TN സീമ അടക്കമുള്ള ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആശംസാ പ്രസംഗത്തിനായി കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തുളസി ഭായ് പത്മനാഭൻ മാഡത്തിനെ ക്ഷണിക്കുന്നു. പടവുകൾ കയറി മുന്നോട്ട് പോവുകയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇത് മനസ്സിൽ പോലും കേൾക്കുന്നില്ല. മാഡം മ്യൂട്ടാണ്. ഗവൺമെന്റിനെയും മറ്റ് ജനപ്രതിനിധികൾ അതുപോലെ തന്നെ ഹരിത മിഷൻ എല്ലാവരെയും നന്ദിപൂർവ്വം തന്നെ നമ്മൾ സ്മരിക്കുകയാണ്. ക്ലീൻ കേരളയുടെ ശുചിത്വ മിഷന്റെ എല്ലാം പ്രവർത്തനമാണ് ഇതിന് നമുക്ക് സഹായകരമായി മാറിയിട്ടുള്ളത്. പ്രളയം സൃഷ്ടിച്ച ഒരു വലിയ പ്രതിസന്ധിയുണ്ട്, ചെറുതായിരുന്നില്ല. ഇത്രയും ഗ്രാമപഞ്ചായത്തുകൾ ഈ ഒരു നേട്ടം കൈവരിക്കാൻ എടുത്തിട്ടുള്ള എഫേർട്ട് ചെറുതല്ല. എല്ലാ ഗവൺമെന്റിന്റെ പിൻബലം ഉണ്ടായിട്ട് നല്ല പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നത് തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും നമ്മൾ നന്ദിപൂർവ്വം തന്നെ സ്മരിക്കുകയാണ്. മാത്രമല്ല, ഇനി ഇവിടെ എനിക്കൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട്, മിനിസ്റ്റർ ഉണ്ട്, മറ്റ് വകുപ്പ് മേധാവികൾ എല്ലാവരും ഉള്ളപ്പോ ഒരു കാര്യം ഇന്നത്തെ അനുഭവം പറയാനുള്ളത്, ഈ COVID-19 ഈ കാലഘട്ടത്തിൽ വീണ്ടും വലിയ പ്രതിസന്ധിയായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് പ്ലാസ്റ്റിക് ആണ്. 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് നമ്മൾ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നു. അത് മിക്കവാറും പഞ്ചായത്തുകളിലേക്ക് എത്തിച്ചേരുന്നു. അത് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നല്ല ഇടപെടലുകൾ അനിവാര്യമാണ് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് നിർബന്ധമായി ഉപയോഗിക്കാൻ കുറച്ചുകൂടി അതിന് ഇടപെടലുകൾ വരണമെന്നുണ്ട്. ഇങ്ങനെ അനുഭവത്തിൽ ഞങ്ങൾക്കൊരു നിർദ്ദേശം പറയാനുള്ളത്, നിർമ്മിക്കുമ്പോ നമ്മളിപ്പോ ജലസംഭരണി വേണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്, എങ്കിലും നമ്മൾ പെർമിറ്റ് കൊടുക്കുന്നുള്ളൂ, അല്ല നമ്പർ ഇടുന്നുള്ളൂ. അതുപോലെ ഉറവിട മാലിന്യ സംസ്കരണത്തിന് അവർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാർഗം സ്വീകരിച്ചിരിക്കണം. അതിൽ ഉറവിട മാലിന്യത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വലിച്ചെറിയുന്നത് പറഞ്ഞിട്ടുണ്ട്, വളരെയേറെ മാറിയിട്ടുണ്ട്. ഞാൻ അധ്യക്ഷയായിട്ട് പഞ്ചായത്തിൽ വരുമ്പോൾ ഏറ്റവും ഇവിടെ മേയർ പറഞ്ഞ പോലെ, രമേശ് റാവു പറഞ്ഞ പോലെ ഏറ്റവും വലിയ പ്രതിസന്ധി മാലിന്യം ഡംപ് ചെയ്തിട്ടിരിക്കുന്ന ധാരാളം പ്രദേശങ്ങളിലായിരുന്നു എന്നുള്ളതാണ്. അതെല്ലാം ഇപ്പൊ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോഴും ഉണ്ട് വലിച്ചെറിയുന്ന ചില പ്രദേശങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ക്യാമറ വെക്കാനുള്ള അനുവാദം തരണം. അത് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് നമുക്കിപ്പോ DPC അംഗീകാരം തരുന്നില്ല. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഈ ക്യാമറ വെച്ച് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതിന് നമുക്ക് DPC അംഗീകാരം തരുന്നില്ല. നമ്മുടെ ഗൈഡ് ലൈനിൽ അത് പെടുത്താൻ കഴിയുന്ന ഒരു ഇടപെടല് നന്നായിട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഭാരമായി മാറുന്ന ഒരു പ്രധാനപ്പെട്ട പ്രദേശം കനാലുകളാണ്. അപ്പൊ ഇറിഗേഷന്റെ ഒരു സംവിധാനം, ഹോസ്റ്റ് മീറ്റർ എന്ന് കാണിക്കുന്നുണ്ടല്ലോ, ഇറിഗേഷന്റെ ഒരു സംവിധാനം ഇതിനകത്ത് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് കുറെ കൂടി ശ്രദ്ധിച്ചാല് തീർച്ചയായിട്ടും നമുക്ക് സാമൂഹ്യ ശുചിത്വ പദവിയിലേക്ക് പോകാൻ സാധ്യമാകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല.
ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഞങ്ങളുടെ പാതി വഴിയിൽ നിൽക്കുന്നുണ്ട് കാലടി പഞ്ചായത്തില്. ഒരുപക്ഷെ അത് യാഥാർത്ഥ്യമായാൽ ഒരു പഞ്ചായത്തിൽ ആദ്യമായി ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരുന്ന പഞ്ചായത്ത് കാലടിയായിരിക്കും. അതിന്റെ പ്രവർത്തനം ഞങ്ങളുടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ ഇടപെട്ടാൽ നമുക്ക് മുന്നേറാൻ കഴിയും. ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ നല്ല സഹായമുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികള്, ഹരിതകർമ്മസേന എന്ന് പറയുന്നത് മുഴുവൻ കുടുംബശ്രീയുടെ സഹോദരിമാരാണ്. അപ്പൊ ഇവരോടെല്ലാം ഉള്ള നന്ദി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഇടപെടൽ ഇനി കുറെ കൂടി നമ്മൾ മുന്നോട്ട് പോകാനുണ്ട്. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ടേബിളിൽ ഇരിക്കുന്നുണ്ട് ശുചിത്വ പദവി അംഗീകാര മെമന്റോയും സർട്ടിഫിക്കറ്റും ഞങ്ങളുടെ ടേബിളിലുണ്ട്. അത് ഞങ്ങൾക്ക് കൂടുതൽ ആവേശം, ഈ അംഗീകാരം ഈ മേഖലയ്ക്കകത്ത് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ആവേശം തരുന്നു. ഒട്ടേറെ മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ള ബോധ്യം തരുന്നു. തീർച്ചയായിട്ടും കർമ്മനിരതമായി ഇടപെടാൻ കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിനും ഹരിത മിഷനും എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ചുരുക്കുന്നു. താങ്ക് യു മാഡം. യോഗത്തിന് നന്ദി പറയുന്നതിനായി ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ മിർ മുഹമ്മദ് അലി IAS ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, മറ്റ ബഹുമാന്യരെ, വേസ്റ്റ് മാനേജ്മെന്റ് പോലെ ഒരു സെക്ടറിൽ നമുക്ക് ഒരു വിജയം നേടാനാണെങ്കിൽ അത് ഒരു വ്യക്തിയോ ഒരു സ്ഥാപനത്തിന്റെ എഫേർട്ടിനും മാത്രം വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വേസ്റ്റ് മാനേജ്മെന്റ് സെക്ടറിൽ നമുക്ക് വലിയ മാറ്റം കൊണ്ടുവരാനാണെങ്കിൽ സമൂഹത്തിന്റെ മനസ്സിൽ, സമൂഹത്തിന്റെ വിചാരങ്ങളിൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. ഇന്ന് നടക്കുന്ന ഈ പ്രഖ്യാപനം ആ സമൂഹ മാറ്റത്തിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് പ്രത്യേക സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. ബിക്കോസ് ഈ ഹരിത കേരള മിഷന്റെ തുടക്കത്തിന് ശേഷം ഇന്ന് വരെ ഞാൻ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സെക്ടറിന്റെ മാറ്റങ്ങൾ നേരിട്ട് കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പ്രഖ്യാപനത്തിന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ സർക്കാരിനുള്ളിലും സർക്കാരിന്റെ പുറത്തും എല്ലാവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അവരെല്ലാവരെയും ഇന്ന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യമായി ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഹരിത കേരള മിഷനിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എല്ലാ പരിപാടികളിൽ, എല്ലാ പ്രോജക്ട്സുകളിൽ നമുക്ക് പ്രോത്സാഹനം നൽകുന്ന, എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീൻ അവർകളെ നന്ദി രേഖപ്പെടുത്തുന്നു. ഹരിത കേരള മിഷനിന്റെ വൈസ് ചെയർപേഴ്സൺ TN സീമ മാഡം, ഹരിത കേരള മിഷനിന്റെ എല്ലാ ഉദ്യോഗസ്ഥർ, ഈ ഒരു വിഷയത്തിൽ ടാർഗറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥരെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി ശാരദ മാമിനെ അസിസ്റ്റ് ചെയ്യുന്ന ശാരദ മാഡത്തിന് മുഴുവൻ ടീം ഒരുപാട് റിവ്യൂസ് നടത്തുന്ന ഹരിത കേരള മിഷൻ വൈസ് ചെയർപേഴ്സൺ തന്നെ പറഞ്ഞു ദാറ്റ് മാസങ്ങളായിട്ട് നമുക്ക് കുറെ സ്റ്റേറ്റ് ലെവൽ റിവ്യൂസ് നടത്തി അതിന്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ഇന്നും ഒരു ഇത്ര കൂടുതൽ പഞ്ചായത്തുകൾ ശുചിത്വ പദവിയിലേക്ക് ഇറങ്ങിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അർബൻ സെക്രട്ടറി വിശ്വനാഥ് സിൻഹ സർ ഇപ്പോ ഈ വേൾഡ് ബാങ്ക് പ്രോജക്ടിന് വലിയ ഒരു നേതൃത്വം നൽകുന്നുണ്ട്. വേൾഡ് ബാങ്ക് പ്രോജക്ട് സംബന്ധിച്ച് അത് നമ്മുടെ ഭാവിയിൽ വരുന്ന പ്രോജക്റ്റ് ആണ്. അത് എല്ലാം സംസാരിച്ചു. സാറിനെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. MG NREGS മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഡയറക്ടർ, MG നരേഗാലെ വർക്ക് ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥർ, മിനി MCF മറ്റ് ഒരുപാട് കമ്പോസ്റ്റ് പിട്ടുകൾ, സോപ്പ് പിട്ടുകൾ ഉണ്ടാക്കുന്ന വലിയ ഒരു സഹായം നൽകിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. നിങ്ങളെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കുടുംബശ്രീ മിഷൻ ഡയറക്ടർ, കുടുംബശ്രീയുടെ എല്ലാ അംഗങ്ങൾ, അവർക്ക് പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അയൻകാലി തൊഴിലുറപ്പ് പദ്ധതിയുടെ എല്ലാ ഓഫീസേഴ്സും അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വ്യക്തികളെ നന്ദി രേഖപ്പെടുത്തുന്നു. ക്ലീൻ കേരള കമ്പനി ഒരു പ്രത്യേക ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. ആൻഡ് മറ്റ എല്ലാവരും ഈ ഒരു മോഡൽ രാജ്യത്തിൽ ഫോളോ ചെയ്യുമെന്ന് യാതൊരു സംശയമില്ല. ക്ലീൻ കേരള കമ്പനി ചെയ്ത എല്ലാ വർക്കിനെ ക്ലീൻ കേരള കമ്പനിയെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാം ട്രെയിനിങ് പാർട്ട്ണർ തന്നെ ആയിട്ടുള്ള കില, I want to thank Killa and all the faculty from Killa. എല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു ശക്തിയാണ്. അത് ഫ്ലഡ് ആവട്ടെ, അത് കോവിഡ് ആവട്ടെ, മാലിന്യ സംസ്കരണം, എല്ലാ കാര്യങ്ങളിലും ലീഡർഷിപ്പ് കാണിക്കുന്ന ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ,
മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ എല്ലാവരെയും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ സർക്കാരിന്റെ പുറത്ത് നിൽക്കുന്ന കുറെ ഹരിത സഹായ സ്ഥാപനങ്ങളുണ്ട്. അവരുടെ എക്സ്പെർട്ടീസും അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ, അവരുടെ ഒരു സപ്പോർട്ട് ഉപയോഗിച്ചാണ് നമ്മൾ കുറെ പ്രോജക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്യാറുള്ളത്. എല്ലാ ഹരിത സഹായ സ്ഥാപനങ്ങളെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് റീസൈക്ലേഴ്സ് ഉണ്ട്, കുറെ അസോസിയേഷൻസ് ഉണ്ട്, സ്ക്രാപ്പ് മെർച്ചന്റ്സ് അസോസിയേഷൻസ് ഉണ്ട്. ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഹരിത കർമ്മസേന ഈ ഒരു സിസ്റ്റത്തിന്റെ ഫൗണ്ടേഷൻ ആണ്. ഓരോ വീട്ടിൽ പോയിട്ട് ഓരോ വീട്ടിൽ ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാനും വേസ്റ്റും കളക്ട് ചെയ്യാനും മറ്റ് എല്ലാ വേസ്റ്റ് മാനേജ്മെന്റ് സംബന്ധിച്ച് ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ഹരിത കർമ്മസേന ആണ്. ഹരിത കർമ്മസേനയുടെ എല്ലാം 30,000 അംഗങ്ങളെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു ജേർണിയിൽ ജനങ്ങളുടെ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മാധ്യമ സുഹൃത്തുക്കൾ ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എല്ലാം പരിപാടികൾ, എല്ലാം പുതിയ ഇനിഷ്യേറ്റീവ്സ്, പുതിയ ഐഡിയാസിന് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം മീഡിയയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ മാധ്യമ പ്രവർത്തകരെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഫൈനലി ശുചിത്വ മിഷന്റെ ഉദ്യോഗസ്ഥർ വർഷങ്ങളായിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ടെക്നിക്കൽ സാങ്ഷൻ ഉൾപ്പെടെ, ടെക്നിക്കൽ അഡ്വൈസ് ഉൾപ്പെടെ മറ്റെല്ലാ കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് ഇംപ്ലിമെന്റേഷനിൽ സമയം ഒന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ഞാൻ ശുചിത്വ മിഷന്റെ ഇതിനു മുൻപ് സെർവ് ചെയ്ത എല്ലാ ഡയറക്ടർമാരും ഉദ്യോഗസ്ഥരെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇപ്പോ ഓൺലൈനായിട്ട് കാണുന്ന എല്ലാ പാർട്ടിസിപ്പൻസിന് നന്ദി രേഖപ്പെടുത്തുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ശുചിത്വ പദവി നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാക്ഷ്യപത്രവും പ്രശംസാഫലകവും കൈമാറുന്ന ചടങ്ങുകൾ 589 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ നടക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനതല യോഗങ്ങൾ ആരംഭിക്കുന്നതിനായി ഈ യോഗ നടപടികൾ അവസാനിച്ചതായി അറിയിക്കുന്നു.